എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഷിനോ അവനാണെങ്കിൽ അവന്റെ ഇൻസെക്റ്റുകളൊക്കെ റിലീസ് ചെയ്ത് എന്തോ ഒരു ഗിഫ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഈനോയും സാക്കുറയും അവർ രണ്ടുപേരും അത് കണ്ട് വണ്ടർ അടിക്കും. ഇവന് ഇൻസെക്റ്റുകളെ വെച്ച് എന്ത് വൃത്തികെട്ട ഗിഫ്റ്റാണോ തയ്യാറാക്കുന്നത്. ആക്ച്വലി നറൂട്ടോയുടെ കല്യാണം അത് കുറെ സ്പെഷ്യലാണ്. കാരണം നമ്മുടെ ബാച്ചിലുള്ള ആദ്യത്തെ കല്യാണമാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. സോ വളരെ ഡിഫറെന്റ് ആയ യുണീക്കായ അടിപൊളി ഒരു ഗിഫ്റ്റ് വേണം നമ്മൾ കൊടുക്കാന്നൊക്കെ അവര് പരസ്പരം പറയും. അപ്പോഴായിരിക്കും നമ്മുടെ റോക്ലി അവനവന്റെ കണ്ണില് തീയൊക്കെ കത്തിച്ച് ഞാനൊരു അടിപൊളി ഗിഫ്റ്റ് കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞ് അവിടേക്ക് ചാടി വരും. അതുകൊണ്ട് സായ് പറയും, ഇതിൽ ജയിക്കുന്നതാര് തോൽക്കുന്നതാര് എന്നതല്ല, നമ്മുടെ ശ്രമം അതാണ് ഇവിടെ പ്രധാനം എന്നൊക്കെ പറഞ്ഞ് അവനവന്റെ പക്ഷിയായിട്ട് ദൂരേക്ക് പറക്കും. മറ്റൊരു ഭാഗത്ത് ഷിക്കമൊരു കിബ അവരെല്ലാവരും കാര്യമായിട്ട് ആലോചിക്കുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലിരിക്കുന്ന ചോച്ചി അവനെ നോക്കി സാക്കുറ ചോദിക്കും, ചോച്ചി നീ എന്തെങ്കിലും ഗിഫ്റ്റ് കണ്ടുപിടിച്ചോ? അതിന് ചോച്ചി ആണെങ്കിൽ തലയൊക്കെ തിരിച്ച് കാണിച്ചു കൊടുക്കും. അപ്പൊ അതേസമയം ലോങ് ഷോട്ടില് ഇറൂക്ക സെൻസായി ആളാണെങ്കിൽ ഇതൊക്കെ കണ്ട് അങ്ങനെ ഹായ് ആയിട്ടിരിക്കുകയാണ്. ഇറൂക്ക സെൻസായി ആണെങ്കിൽ കാക്കാഷി പറഞ്ഞ കാര്യം ആലോചിക്കും. ആരാണോ ബെസ്റ്റ് ഗിഫ്റ്റുകൾ കൊണ്ടുവരുന്നത് അവരെ മാത്രമേ ഞാൻ നറൂട്ടോടെ വെഡിങ് റിസപ്ഷൻ അയക്കൂ, ബാക്കിയുള്ളവരെ ആരെയും ഞാൻ അയക്കില്ല. ഇറൂക്ക സെൻസായി ആണെങ്കിൽ അതൊക്കെ ഓർത്ത് ഒരു ദീർഘനിശ്വാസമൊക്കെ വിട്ട് വളരെ പീസ്ഫുൾ ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും വലിയൊരു ചുഴലിക്കാറ്റ് അടിച്ച് ആ ഒരു ഫോഴ്സ് ഒക്കെ വെച്ച് ഇപ്പൊ റോക്ലി അവിടേക്ക് വരിക. റോക്ലി ചോദിക്കും, ഹലോ ബേറർ, നറൂട്ടോയ്ക്ക് ഇഷ്ടപ്പെട്ട ആ അടിപൊളി റാമൻ നൂഡിൽസ് അതെനിക്ക് ഒരു പ്ലേറ്റ് വേണം. നറൂട്ടോയുടെ ഫേവറേറ്റ് ഫുഡ് അത് കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്കും അവനെ പോലെ ചിന്തിക്കാൻ കഴിയും. അതിലൂടെ അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗിഫ്റ്റ് അതെന്താണെന്നും എനിക്ക് മനസ്സിലാക്കാം. ലീ ആണെങ്കിൽ ആ നൂഡിൽസ് വലിച്ചു വാരി തിന്നും. പക്ഷെ അവന് ഒരു ഐഡിയയും കിട്ടില്ല. ലീ ശോകമായി അവന്റെ തല താഴ്ത്തി നിൽക്കും. എന്നിട്ട് പറയും, ഈ നൂഡിൽസ് അടിപൊളിയാണ്, പക്ഷെ എന്നെ കൊണ്ട് കുട്ടപ്പനെ പോലെ ചിന്തിക്കാനോ അവന്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കാനോ കഴിയുന്നില്ല. അവൻ വീണ്ടും ഒരുപാട് വിഷമത്തില് ഇറൂക്ക സെൻസായി നോക്കും. ഉടനെ അവനൊരു ബുദ്ധി വെളിച്ചമുണ്ടായി. ഇപ്പൊ ഇറൂക്ക സെൻസായിയുടെ അടുത്തേക്ക് ചാടി വരും. സെൻസായി, എനിക്ക് ഉറപ്പുണ്ട് തീർച്ചയായിട്ടും നറൂട്ടോ കുട്ടപ്പന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കറിയാമായിരിക്കും. അത് കേട്ട് ഇറൂക്ക ആള് ഷോക്കാവും. നീ എന്തായി പറയണേ? വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ അവന്റെ ടീച്ചർ ആയിരുന്നത്. എനിക്ക് ആക്ച്വലി അവന്റെ ഇഷ്ടം എന്താണ് ഇഷ്ടക്കേട് എന്താണ് എന്നൊന്നും അറിയില്ല. നീ എന്തിനാ അവന്റെ ഇഷ്ടവും അനിഷ്ടവും ഒക്കെ നോക്കി ഗിഫ്റ്റ് കൊടുക്കാൻ നിൽക്കുന്നേ? അതിന് ലീ പറയും, എനിക്ക് കുട്ടപ്പന് ഒരു പെർഫെക്റ്റ് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അവന്റെ ഇഷ്ടം എന്താണെന്ന് അറിയണം. ഉറപ്പായിട്ടും അവനെ പോലെ ചിന്തിച്ച് അവന്റെ ഇഷ്ടം ഞാൻ തിരിച്ചറിയുമെന്ന് പറഞ്ഞ് അവൻ കുതിച്ചു ചാടി പുറത്തേക്ക് പോകും. ലീ ആണെങ്കിൽ കണ്ണി കണ്ട ഓരോ കടയിലും മാറി മാറി കയറും. എന്നിട്ട് നറൂട്ടോയ്ക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോഴായിരിക്കും അവൻ ഡംബിൾസ് കാണാ. ലീക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നും. കറക്റ്റ്, ഇത് തന്നെയാണ് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് വെഡിങ് ഗിഫ്റ്റ്. ഞാനിത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് എല്ലാ ദിവസവും ഹിനട്ടയും നറൂട്ടോയും അവർ രണ്ടുപേരും എക്സസൈസ് ചെയ്ത് എന്നെ ആലോചിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ലീക്ക് വീണ്ടും കൺഫ്യൂഷൻ ആവും. ഇനി ഒരു പക്ഷേ നറൂട്ടോ എക്സസൈസ് ചെയ്ത് ഹിനട്ടയെ മറന്നുപോയാലോ? അപ്പൊ ഇത് ഒരു വേഴ്സ്റ്റ് ഗിഫ്റ്റായി മാറും. സോ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അത് ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും നല്ലൊരു ഗിഫ്റ്റ് വേണം അവന് കൊടുക്കാൻ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ടെൻ അവളും അതേ കൺഫ്യൂഷനിൽ തന്നെയാണ്. നറൂട്ടോയ്ക്കും ഹിനട്ടയ്ക്കും സ്പെഷ്യലായി എന്ത് ഗിഫ്റ്റ് ആയിരിക്കും ഞാൻ കൊടുക്കുക? അവർക്ക് രണ്ടുപേർക്കും പ്രാക്ടീസ് ചെയ്യാൻ ഓരോ കുനോയി അവർക്ക് ഗിഫ്റ്റ് കൊടുത്താലോ? അതൊന്നും ശരിയാവില്ല, അവർക്ക് മറ്റെന്തെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞ് അവൾ ഇങ്ങനെ ആലോചിക്കും. ഉടനെ അവൾ ഷോക്കാവും. ഓ മൈ ഗോഡ്, നറൂട്ടോയ്ക്കും ഗേൾ ഫ്രണ്ടിനെ കിട്ടി, എനിക്ക് മാത്രം ഇതുവരെ ഒരു ബോയ് ഫ്രണ്ട് പോലും ഇല്ല. അപ്പോഴായിരിക്കും നമ്മുടെ റോക്ലി അവനങ്ങനെ ചാടി വന്ന് അവളെ ഇടിച്ച് താഴെയിടുക. അവള് ഫുൾ കലിപ്പില് കൈ ചുരുട്ടി ഒരൊറ്റ ഇടി. നിന്റെ മുഖത്ത് കണ്ണില്ലേ? അതിനവൻ പറയും, ഐ എം സോറി, ഞാൻ ആക്ച്വലി നറൂട്ടോയ്ക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കും എന്ന് ആലോചിച്ച് ആ ഒരു ഫ്ലോയില് സ്പീഡിൽ വന്നപ്പോ നിന്നെ ഇടിച്ചതാണ്. അതിനവള് പറയും, ഞാനും ആ കാര്യം തന്നെയാണ് ചിന്തിച്ചിരിക്കുന്നത്. അതിന് റോക്ലി, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് അന്വേഷിക്കാം. നറൂട്ടോയ്ക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും നമുക്ക് കണ്ടെത്താൻ കഴിയാതിരിക്കില്ല. ഉടനെ അവർ രണ്ടുപേരും ഇപ്പൊ നിഞ്ച ടൂൾ കടയിലേക്ക് വരും. അതിനുശേഷം ഓരോന്നായി പരസ്പരം എടുത്തു കാണിക്കും. ഇത് കൊടുത്താലോ അത് കൊടുത്താലോ എന്നിങ്ങനെ അവിടെ കാര്യമായിട്ട് ഡിസ്കഷൻ നടക്കുകയാണ്. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട ഡിസ്കഷനിലൊടുവിൽ അവർ രണ്ടുപേരും പ്രത്യേകിച്ച് ഒരു ഗിഫ്റ്റ് പോലും കണ്ടെത്താൻ കഴിയാതെ തല താഴ്ത്തി പുറത്തേക്ക് ഇറങ്ങി വരും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത അന്ന് നൈറ്റ് റോക്ലി അവനിപ്പോ നെജിയെ സ്വപ്നം കാണും. നെജിയെ സ്വപ്നത്തിൽ കണ്ട് പേടിച്ച് ഇപ്പൊ റോക്ലി അവൻ പറയും, എനിക്ക് നറൂട്ടോയ്ക്കും ഹിനട്ടയ്ക്കും ഒരു ബെസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കണം, പക്ഷെ ഇതുവരെ എനിക്ക് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഉടനെ നെജി ആണെങ്കിൽ
അവന്റെ മസിൽസ് ഒക്കെ കാണിക്കും. അതിനുശേഷം വിളിച്ചു പറയും ഫിസിക്കൽ സ്ട്രെങ്ത് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. റോക്ലിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇവൻ എന്തായി പറയണെന്ന് പറഞ്ഞ് ഇപ്പൊ റോക്ലി അവൻ കണ്ണു തുറക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ നമ്മുടെ ഇറൂക്ക സെൻസായി ആൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇപ്പോ നറൂട്ടോയ്ക്കും ഹിനട്ടയ്ക്കുമുള്ള നല്ല അടിപൊളി ഒരു വെഡ്ഡിങ് വിഷൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. കൊനാമാരു ആണെങ്കിൽ അത് കാര്യമായിട്ട് ഷൂട്ട് ചെയ്യും. അപ്പോഴായിരിക്കും നമ്മൾ മുൻപ് കണ്ട ആ കുസൃതി പയ്യൻ അവൻ ഇറൂക്ക സെൻസായുടെ പിന്നിൽ വന്ന് നാക്കൊക്കെ നീട്ടി ആളെ കളിയാക്കി കാണിച്ചു കൊടുക്കും. കൊനാമാരു ആണെങ്കിൽ ഇറൂക്ക സെൻസായോട് പറയും ഈ വിഷ് ശരിക്കും അടിപൊളിയായിട്ടുണ്ട്, ഇത് ഭയങ്കര സ്പെഷ്യലാണ്, ഉറപ്പായിട്ടും നറൂട്ടോയ്ക്ക് ഇത് ഇഷ്ടാവും. ഉടനെ ഇറൂക്ക ആൾ ഒരുപാട് സന്തോഷത്തില് പുറത്തേക്ക് പോവും. അപ്പോഴായിരിക്കും നമ്മുടെ റോക്ലി അവൻ ഉറക്കമൊക്കെ നഷ്ടപ്പെട്ട് ഒരുപാട് നിരാശനായി തലതാഴ്ത്തി നടന്നു വരുന്നത് ഇറൂക്ക സെൻസായി കാണുക. ഇറൂക്ക സെൻസായി ഓടി വന്ന് അച്ചുടാ എന്റെ കുട്ടന് എന്തു പറ്റി? അതിനാവും പറയും ഞാൻ രാവും പകലും ഇല്ലാതെ നറൂട്ടോയ്ക്ക് കൊടുക്കേണ്ട ഗിഫ്റ്റിനെ കുറിച്ച് ആലോചിച്ച് കൊണ്ടേയിരുന്നു. പക്ഷെ എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. എനിക്ക് ഉറപ്പുണ്ട് നല്ലൊരു ബെസ്റ്റ് ഗിഫ്റ്റ് എനിക്ക് അവന് കൊടുക്കാൻ കഴിയില്ല. അതിനെക്കുറിച്ച് ആലോചിച്ച് ഞാനിപ്പോ ഈ കോലത്തിലായി. ഇറൂക്ക സെൻസായി ആള് വണ്ടർ അടിക്കും. നീ ഇതിനെക്കുറിച്ച് ആലോചിച്ചാണോ ഇത്രയും ടെൻഷൻ അടിക്കുന്നേ? ആക്ച്വലി എനിക്കിത് കാണുമ്പോ ഭയങ്കര രസമായിട്ട് തോന്നുകയാണ്. ലീ നിനക്കൊരു കാര്യം അറിയോ? ആക്ച്വലി എനിക്കും അവൻ എന്താ ഗിഫ്റ്റ് കൊടുക്കേണ്ടതെന്ന് ഒരു ഐഡിയയും ഇല്ല. ഞാനും അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഐഡിയ നിങ്ങളോട് ചോദിക്കാം എന്ന് കരുതിയാണ് ഇത്രയും നാളും ഇരുന്നത്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, നമ്മൾ സന്തോഷത്തോടു കൂടെ എന്ത് ഗിഫ്റ്റ് കൊടുത്താലും അത് നറൂട്ടോയ്ക്ക് ഭയങ്കര വാല്യുബിൾ ആവും. സോ ഒന്നുകൊണ്ടും നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത് കേട്ട് ഭയങ്കര ഹാപ്പിയായ നമ്മുടെ റോക്ലി അവനങ്ങനെ കറങ്ങി തലകുത്തി അവന്റെ മാസ്റ്റർ മൈഗയുടെ അടുത്തേക്ക് വരും. ഉടനെ മൈഗൈ ആണെങ്കിൽ ഇപ്പൊ ലിയേയും കൂട്ടി ആളുടെ വീട്ടിലേക്ക് പോവും. അതിനുശേഷം അവർ രണ്ടുപേരും ഇപ്പൊ കാര്യമായിട്ട് ആലോചിക്കും എന്ത് വെഡിങ് ഗിഫ്റ്റ് ആയിരിക്കും നമുക്ക് അവന് കൊടുക്കാൻ കഴിയുക. ഒരു കാരണവശാലും അതൊരു കോമൺ ഗിഫ്റ്റ് ആവാൻ പാടില്ല. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള, കണ്ടാൽ എല്ലാവരും ഷോക്കാവുന്ന അത്തരത്തിലുള്ള ഒരു യുണീക്ക് ഗിഫ്റ്റ്. അല്പസമയം കഴിയുമ്പോൾ ടെൻടണും അവിടേക്ക് വരും. പിന്നീട് അവർ 3 പേരും ചേർന്ന് ആലോചിക്കാൻ തുടങ്ങും. ലീ ചോദിക്കും നമ്മുടെ എല്ലാവരുടെ ഓർമ്മയ്ക്കായി നമ്മളുടെ പഴയ കോട്ടുകൾ കളക്ട് ചെയ്ത് അവന് കൊടുത്താലോ? അത് കേട്ട് ടെൻടൺ അവളാണെങ്കിൽ ഇവൻ ഇങ്ങനെയൊരു മണ്ടനാണല്ലോ എന്ന് പറഞ്ഞ് തലയ്ക്ക് കൈ കൊടുക്കും. മൈഗൈ പറയും വെറുതെ തർക്കിച്ചിട്ട് കാര്യമില്ല ലീ, പെൺകുട്ടിക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കാം എന്ന് നീ ചിന്തിക്ക്, നറൂട്ടോയ്ക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കാം എന്ന് ഞാൻ ചിന്തിക്കാം. അതിനുശേഷം നറൂട്ടോ ചെയ്യുന്ന കാര്യങ്ങള് മൈഗൈ മാസ്റ്ററും ഹിനട്ട ചെയ്യുന്ന കാര്യങ്ങള് അത് ലീൻ ചെയ്ത് അവർ രണ്ടുപേരും വലിയൊരു എക്സ്പെരിമെന്റ് ഒക്കെ നടത്തി അവരുടെ ഇഷ്ടങ്ങള് അതെന്താണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കും. അവസാനം ആ ഒരു ശ്രമവും ദയനീയമായി പരാജയപ്പെടും. ടെൻടൺ പറയും നെജി അവനുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു സൊല്യൂഷൻ കിട്ടിയാനെ. അപ്പോഴായിരിക്കില്ലേ അവൻ സ്വപ്നത്തില് നെജി പറഞ്ഞ കാര്യം അത് ആലോചിക്കുക. അവൻ പറഞ്ഞത് ഫിസിക്കൽ സ്ട്രെങ്ത് ആണ് മുഖ്യം എന്നാണ്. ലീ അടിച്ചു പറയും ഏറ്റവും നല്ല ഗിഫ്റ്റ് അത് ഫിസിക്കൽ സ്ട്രെങ്ത് ആണ്. അത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയ സാധനം ഡംബിൾസ് ആണെന്ന് പറഞ്ഞ് അവർ 3 പേരും ഡംബിൾസ് വെച്ച് എക്സസൈസ് ചെയ്യും. അങ്ങനെ ഒരു വിധത്തില് നമ്മുടെ മൈഗയും റോക്ലിയും അവർ 2 പേരും ചേർന്ന് ഡംബിൾസ് ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനമൊക്കെ എടുത്ത് ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിക്കുകയാണ്. അതിനുശേഷം ഇറൂക്ക സെൻസായി ആള് വീണ്ടും കൊനഹമാരുവിന്റെ അടുത്തേക്ക് വരും. ഇറൂക്ക സെൻസായി കൊനഹമാരുവിനോട് പറയും ഞാൻ ഓൾറെഡി നിനക്കൊരു വെഡ്ഡിങ് വീഡിയോ ഇത് തന്നിരുന്നില്ലേ, നമുക്കത് ചേഞ്ച് ചെയ്ത് മറ്റൊരു വീഡിയോ എടുക്കാം. അങ്ങനെ ഫുൾ ഹാപ്പിയായി ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.